ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, എക്കണോമിക് റൈറ്റ്, പേഴ്സണൽ ഫ്രീഡംസ്, സോഷ്യൽ ഇമ്പറേറ്റീവ്സ് മസ്റ്റ് ബി ഇൻ ബാലൻസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണിത്. ഗെയിമിങ്ങിനും ഗാംബ്ലിങ്ങും ഈ രണ്ട് ആക്ടിവിറ്റീസിനും റെഗുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് സെൻട്രൽ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് റൈറ്റ്സ്, പേഴ്സണൽ ഫ്രീഡം, സോഷ്യൽ ഇമ്പറേറ്റീവ്സ് ഇതൊക്കെ ഒരു ബാലൻസിലായിരിക്കണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. എന്താണ് സോഷ്യൽ ഇമ്പറേറ്റീവ്സ്? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗെയിമിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാബിറ്റ് ആവാം. അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള എഡിക്ഷനിലേക്ക് പോകാം. അഡോളസൻസ്, കുട്ടികൾ, അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മെൻ്റലായിട്ടുള്ള ഡിസ്ട്രെസ്സോ ഡിപ്രഷനൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റെഗുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആസ് എൻ എക്കണോമിക് സോഴ്സ്, ഏതെങ്കിലും രീതിയിലൊരു എക്കണോമിക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് വളരെയധികം എക്കണോമിക് റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു മീഡിയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അതിനൊരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഹാർമണിയിൽ വേണം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നതാണ് എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. ദി യൂണിയൻ ഗവൺമെൻറ് പ്രപ്പോസ്ഡ് മെഷേഴ്സ് ഫോർ റെഗുലേറ്റിംഗ് ഓൺലൈൻ ഗെയിമിംഗ് ഇൻ ഡ്രാഫ്റ്റ് അമെൻമെൻറ്റ് ടു ദ ഇൻഫർമേഷൻ ടെക്നോളജി മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 ലീവ് സെവറൽ ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല എന്ന് പറയുന്നു. Some of these proposed measures such as establishment of self-regulatory body, collection of know your customer information from players and appointment of grievance officer within the company are already in place. അപ്പോൾ ഇതിൽ ചില റൂൾസ് എന്ന് പറയുന്നത് KYC വാങ്ങുക. ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ KYC, നോ യുവർ കസ്റ്റമർ നോംസ് കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓൺലൈനായിട്ടുള്ള ഗെയിംസ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് കളിക്കുന്ന ആൾക്കാരുടെ അടുക്കുന്ന KYC വാങ്ങുക, ഡീറ്റെയിൽസ് വാങ്ങുക, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലെയർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന രീതിയിൽ. അതുപോലെ തന്നെ സെൽഫ് റെഗുലേറ്ററി ബോഡി എന്താ പറയുക, ഫോം ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ എന്താ പറയുന്നത്, അവർക്ക് കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള നോംസ് വേണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലിയർ ആൻസർ ഷുഡ് ബി ഫ്രം ദ യൂണിയൻ ഗവൺമെൻറ് ഓൺ വെദർ സ്റ്റേറ്റ്സ് ആർ എംപവർഡ് ടു പ്രൊഹിബിറ്റ് ദീസ് ഗെയിംസ് ഓൺലൈൻ ആസ് ദേ ഡു ഓഫ്ലൈൻ. അപ്പോൾ ഓഫ്ലൈനായിട്ട് നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്ന പോലെ ഈ ഗാംബ്ലിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിന് അധികാരമുണ്ടോ അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിംസ് പ്രൊഹിബിറ്റ് ചെയ്യാൻ എന്നുള്ളത് പറയുന്നുണ്ട്. വൈൽ ദ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഹാസ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ആസ് എൻ എക്കണോമിക് ഡ്രൈവർ ഓഫ് ഗ്രോത്ത് ഇൻ ഇന്ത്യ, ദർ ഈസ് എ സ്ട്രോങ് കേസ് ഫോർ റോബസ്റ്റ് റെഗുലേഷൻ. എപ്പോഴാണ് ഇതൊരു ബാലൻസിൽ റെഗുലേറ്റ് ചെയ്യേണ്ടത്? ഇതിൽ പറയുന്നത് പോലെ ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാ രീതിയിലും റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ താഴെ പോകും. കാരണം ഇത് ചിലപ്പോൾ ഒരു എക്കണോമിക് ഡ്രൈവറോ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലസോ ആവാൻ സാധ്യതയുള്ളൊരു ഏരിയ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ നഷ്ടപ്പെട്ടു പോകുക. അതുവഴി എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പുതിയ ഏറയിൽ ഒരുപാട് പുതിയ ജോലികളും പുതിയ രീതിയിലുള്ള എക്കണോമിക് ഡ്രൈവർ എലമെൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഓഫ് സ്കിൽ ഓർ ചാൻസ് ഓൾ ഓൺലൈൻ ഗെയിംസ് ഇമ്പാക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ഇൻ എ ഷോർട്ട് ആൻഡ് ലോങ് ടേം. അപ്പോൾ ഏത് രീതിയിലാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. The government has indicated that the definition of an online game, which is limited in the draft amendment to vagary platforms, may be expanded in future to include all games broadly. Societies around the world have grappled with the effect of video games on young players and the addictive cycles that some gamers can get in. അപ്പോൾ എല്ലാ സൊസൈറ്റിക്കും അതൊരു ചലഞ്ചാണ്. അതായത് അഡോളസൻസ്, അതുപോലെ തന്നെ യൂത്ത് ഒക്കെ ഈ പറഞ്ഞ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം മുഴുവൻ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു എക്കോണമിക്കും ഏതൊരു സൊസൈറ്റിക്കും ഒരു ചലഞ്ചാണ്. ഇപ്പോൾ ചൈന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ ചൈന ഫോർ ഇൻസ്റ്റൻസ് ഹാസ് ലിമിറ്റഡ് ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദറ്റ് യങ് ഗെയിമേഴ്സ് ആർ അലൗഡ് ടു പ്ലേ ഡെയിലി ആഫ്റ്റർ വിച്ച് ദേ ആർ ലോക്ക്ഡ് ഔട്ട് ഓഫ് ദ ഡേ. അപ്പോൾ അവർക്കൊരു സമയപരിധി ഉണ്ടെന്ന് പറയുന്നു. യങ് പ്ലേയേഴ്സിന് അവർക്ക് ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് അവർക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കെയർ ആൻഡ് റീസ്റ്റെയിൻ മസ്റ്റ് ബി എക്സൈസ്ഡ് വെൻ പോണ്ടറിങ് സിമിലർ സ്റ്റെപ്സ് ഇൻ ഇന്ത്യ ലെസ്റ്റ് ദ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസസ് അൺസർട്ടനിറ്റി ഫോർ ബോത്ത് സ്മോൾ ആൻഡ് ഡൊമസ്റ്റിക് ഗെയിം ഡെവലപ്പേഴ്സ് ആൻഡ് ലാർജ് ഇന്റർനാഷണൽ സ്റ്റുഡിയോസ് with Indian audiences. The government has said that goal is to facilitate industry and not hinder the growth. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയാണ്, എക്കണോമിക് ഡ്രൈവിംഗ് ഫോഴ്സാണ്, അതുപോലെ തന്നെ പുതിയൊരു വെഞ്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫീൽഡിനെ ആ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യാനല്ല, അതിനെ താഴ്ത്താനോ അല്ലെങ്കിൽ അതിനെ ഡിക്ലൈൻ ചെയ്യാനോ അല്ല, മറിച്ച് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. നല്ല റെഗുലേഷൻസ് എപ്പോഴും എന്താണ്, നല്ല ഗ്രോത്തിനും ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ഗുഡ് കണ്ടക്റ്റിനും വഴിതെളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഇതിനെ ഒന്നും കർബ് ചെയ്യാനുള്ള മെഷറല്ല, ഒരു റെസ്ട്രിക്റ്റീവ് മെഷറല്ല, മറിച്ച് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണെന്നാണ് ഗവൺമെൻറ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർ ഷുഡ് ബി എ വൈഡ് സ്പ്രെഡ് പബ്ലിക് കൺസൾട്ടേഷൻ ടു എൻഷുർ ദ എക്കണോമിക് റൈറ്റ്സ്, ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ ഇമ്പറേറ്റീവ്സ് റിമെയിൻ ഇൻ ബാലൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബാലൻസിൽ ഉണ്ടാവുന്ന മാത്രം സോഷ്യൽ പാരാമീറ്റേഴ്സും ആലോചിക്കണം, അതുപോലെ തന്നെ എക്കണോമിക് പാരാമീറ്റേഴ്സും. ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ
അതിനെ ത്രൈവ് ചെയ്യാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഡ്രൈവറായിട്ട് നിൽക്കുന്ന ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഫീൽഡിനെ തകർത്ത് കളയരുത്. അപ്പോൾ സോഷ്യൽ പാരാമീറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എക്കണോമിക് സൈഡും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ എഡിറ്റോറിയലിൽ പറയുന്നു. ഇതാണ് ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിംഗ് എന്ന രീതിയിൽ പുതിയതായി വന്ന റെഗുലേഷൻസിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്.